പൂർണ്ണമായും പല വഴികളിലൂടെ UDF സ്വാധീനിച്ച് വോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. UDFന് പാലക്കാട് മുൻകൈയല്ല ഉണ്ടായിട്ടുള്ളത്. BJPക്കകത്തുണ്ടായിട്ടുള്ള സ്പ്ലിറ്റ്, അതിൽ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഗ്രൂപ്പിന്റെ വോട്ട് പരമാവധി ശേഖരിക്കാൻ അവർ സംഘടിതമായി നീക്കം നടത്തി അതിന് പണവും സ്വാധീനങ്ങളും എല്ലാം വലിയ തോതിൽ ഉപയോഗിച്ചു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കലാണ്, മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള BJP, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന RSS, അതുപോലെ നിലപാട് സ്വീകരിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമി. ജമായത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കുക, ഇസ്ലാമിക രാഷ്ട്രം. ആ ജമായത്തെ ഇസ്ലാമി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SDPI, അവരുടെ വളണ്ടിയർ വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട്, ഇതെല്ലാം UDFനോടൊപ്പമല്ലേ? എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചു. മതനിരപേക്ഷതയുടെ കേരളത്തിന്റെ മുഖത്തെ വികൃതമാക്കി. ആ വികൃത മുഖത്തിൽ നിന്ന് വർഗീയതയെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടിയത് കരുത്തല്ല, ദുർബലതയാണ്. അതിനെയാണ് രാജ്യത്തിലെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ പ്രീണന നയം, അത് ന്യൂനപക്ഷ വർഗീയതയാകട്ടെ ഭൂരിപക്ഷ വർഗീയതയാകട്ടെ, ഈ വർഗീയതയെ ചെറുത്ത് മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുക എന്ന മഹത്തായ നയത്തെ ദുർബലപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF ചെയ്തിട്ടുള്ളത്. UDFന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, ഗൌരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. മുസ്ലിം ലീഗിന്റെ പഴയകാല ചരിത്രമെടുത്ത് നോക്കിയാൽ ജമായത്തെ ഇസ്ലാമിയെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന പ്രസിഡന്റുമാർ. ഇപ്പോൾ ആ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കഴിയാതെ വന്നു? ഇത്തരത്തിലൊരു നിലപാട് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന് സംരക്ഷണം കിട്ടുമെന്നാണോ? ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമിയും SDPIയുമായി കൂട്ടുകൂടുന്നത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമോ? RSSനും BJPക്കും കരുത്തു കൊടുക്കുന്നതാണ് ആ സന്ദേശം. വർഗീയതയെ തീക്ഷ്ണമാക്കുന്നതാണ്. RSSന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കലാണത്. ഇത് മനസ്സിലാക്കി മുസ്ലിം ലീഗ് ഇത്തരമൊരു നിലപാട് പിന്തുണക്കുന്നുണ്ടോ എന്ന കാര്യം അവർ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും പാലക്കാടിന്റെ രാഷ്ട്രീയം BJP RSS സംഘപരിവാറിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള ജനങ്ങളുടെ പോരാട്ടം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് വോട്ട് നേടി വർഗീയതയെ ഇളക്കിവിടുന്ന, രാജ്യത്തെ ശിഥിലീകരിക്കുന്ന UDFന്റെ നയങ്ങൾക്കെതിരായി കൂടുതൽ ജനങ്ങൾ ചിന്തിക്കും, പ്രവർത്തിക്കും. അതാണ് പാലക്കാടിന്റെ രാഷ്ട്രീയം നൽകുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ബോംബെയിലും ജാർഖണ്ഡിലും. മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ്. ജാർഖണ്ഡിൽ കനത്ത തിരിച്ചടി കൊടുക്കാൻ BJPക്ക് BJP ഇതര പാർട്ടികൾക്ക് സാധിച്ചു. അതൊരു വിശാലമായ ഐക്യം വളർന്നു വന്നതുകൊണ്ടാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ അത്തരമൊരു വിശാലമായ ഐക്യം ദുർബലപ്പെടുത്തി. അതിൽ കോൺഗ്രസിന്റെ നയം ഒരു ഘടകമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം BJP വിരുദ്ധ ശക്തികൾക്ക് കരുത്തു നൽകുന്നതല്ല. ഹിമാചൽ പ്രദേശിൽ BJP അധികാരത്തിൽ വന്നത്, രാജസ്ഥാനിൽ BJP അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ്. BJPക്കെതിരായി പ്രവർത്തിക്കുന്ന പാർട്ടികളെ ദുർബലപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, അതുപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി, ഇവരെ തോൽപ്പിക്കാനല്ലേ ശ്രമിച്ചത്. മഹാരാഷ്ട്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ പാർട്ടിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ചെറിയ സ്വാധീനമുള്ള മേഖലകളിൽ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തി പരമാവധി BJP വിരുദ്ധ ശക്തികളെ യോജിപ്പിക്കാൻ, BJP വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ CPM സംസ്ഥാനത്ത് കഴിയുന്നത്ര പരിശ്രമിച്ചു. പക്ഷെ തള്ളിക്കളഞ്ഞ ആ മനോഭാവത്തിന്റെ ഫലമാണിപ്പോൾ
വർഗീയ ശക്തികൾക്ക് കൂടുതൽ കരുത്ത് പകരാനുള്ള സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSS സംഘപരിവാർ BJPയുടെ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷത ശക്തിപ്പെടുത്തണം. മതന്യൂനപക്ഷ സംരക്ഷണത്തിന് ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയതയല്ല പരിഹാരം, മതനിരപേക്ഷതയാണ്. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ മതനിരപേക്ഷതയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള വിശാലമായ ഐക്യം വളർത്തിയെടുക്കാൻ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളും പ്രേരകശക്തിയായി തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റിന്റെയോ LDFന്റെയോ സഖാക്കൾ ചെന്ന് പരിശോധിക്കുന്നതല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, കള്ളപ്പണം വന്നിട്ടുണ്ട്. പണം വന്നിട്ടില്ലേ? ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പണമൊന്നുമില്ലാതെയാണോ UDF ഇവിടെ പ്രവർത്തിച്ചത്? പാലക്കാട് പ്രവർത്തിച്ച ആളുകൾക്കറിയാമത്, പണത്തിന്റെ ഒഴുക്ക് അവിടെ മാത്രമാണ്. കർണാടക തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 150 കോടിയല്ലേ കർണാടകത്തിൽ മത്സ്യവണ്ടിയിൽ കൊടുത്തേച്ചത്? അതൊക്കെ വാങ്ങുകയും ചെലവഴിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തൊരു പാർട്ടിക്ക് അവരിവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. വലിയ തോതിൽ അവർ പണമൊഴുക്കിയിട്ടുണ്ട്. BJP പണമൊഴുക്കിയിട്ടുണ്ട്. കണ്ടമാനം പണമൊഴുക്കിയിട്ടുണ്ട്. പണത്തിന്റെ സ്വാധീനത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം. വോട്ട് വിലക്ക് വാങ്ങാൻ കഴിയുന്നതല്ല എന്ന് ജനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ജനാധിപത്യം വിലക്ക് വാങ്ങാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് വിജയിച്ചു വരേണ്ടത്. ഇവിടെ പോലീസ് ഇൻഫർമേഷൻ കിട്ടി. ആ പോലീസ്